ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഡൽഹി സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിട്ടത് 10ഓളം കരാറുകളിലും 8ഓളം ധാരണാപത്രങ്ങളിലും. നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കും. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന് മഹാപരിനിർവാൺ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. നികുതി സംവിധാനം ലളിതമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട പോളിംഗ് മുന്നോടിയായുള്ള പരസ്യപ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. 7 ജില്ലകളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി ഡിസംബർ 18 വരെ നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം ഇന്നുച്ചയ്ക്ക് വിശാഖപട്ടണത്ത്. വാർത്തകൾ വിശദമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഡൽഹി സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിട്ടത് 10ഓളം കരാറുകളിലും 8ഓളം ധാരണാപത്രങ്ങളിലും. സാമ്പത്തിക സഹകരണത്തിന്റെ തന്ത്രപരമായ മേഖലകൾ വിപുലീകരിക്കുന്നതിനാണ് ഇതിൽ പ്രധാനം. ആരോഗ്യ സംരക്ഷണം, മെഡിക്കൽ വിദ്യാഭ്യാസം, ശാസ്ത്രം എന്നീ മേഖലകളിലെ സഹകരണവും ശക്തമാക്കും. സമുദ്ര സഹകരണവും ധ്രുവ ജലമേഖലയിലെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കും. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ചേരുന്നതിനുള്ള ചട്ടക്കൂട് സംബന്ധിച്ച കരാർ അംഗീകരിക്കാൻ റഷ്യ തീരുമാനിച്ചു. പ്രസാർ ഭാരതിയും റഷ്യയിലെ ഗ്യാസ്പ്രോം മീഡിയ ഹോൾഡിംഗും തമ്മിൽ സംപ്രേഷണ രംഗത്ത് സഹകരിച്ചു പ്രവർത്തിക്കും. നിയമവിരുദ്ധ കുടിയേറ്റം ചെറുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കാനും ധാരണയായി. ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലേക്ക് തിരിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്നലെ രാത്രി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. മടക്കയാത്രയ്ക്ക് മുൻപ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സംയുക്ത വാർത്താ സമ്മേളനവും നടത്തി. 2026 നടക്കുന്ന 24ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് ക്ഷണിച്ചു. ഇന്ത്യ റഷ്യ സൌഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിൽ നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നികുതി സംവിധാനം ലളിതമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച നേതൃത്വ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആദായ നികുതി സ്ലാബുകൾ കൂടുതൽ ലളിതവും സുതാര്യവും ആക്കേണ്ടതിന്റെ ആവശ്യകത ധനമന്ത്രി എടുത്തു പറഞ്ഞു. ഭരണഘടനാ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവും നിയമജ്ഞനുമായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് 70ാമത് മഹാപരിനിർവാൺ ദിവസ് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് മഹാപരിനിർവാൺ ദിവസ് ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. മഹാപരിനിർവാൺ ദിവസിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ബാബാ സാഹിബിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും നീതി, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും എല്ലാ കാലത്തും ഇന്ത്യയെ നയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനും ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്താനും അദ്ദേഹം തലമുറകളെ പ്രചോദിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പാർലമെന്റ് പരിസരത്തെ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ പൊതുജനങ്ങൾക്കും ഇന്ന് അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗുജറാത്തിലെ ബനാസ് ഡയറിയിൽ നടക്കുന്ന സഹകരണ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 3ാമത്തെ യോഗത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിക്കും. 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി സനദറിലെ ബനാസ് ഡയറിയുടെ ബയോ CNG രാസവള പ്ലാന്റ് എന്നിവ ഉദ്ഘാടനം ചെയ്യും. സനദറിൽ നടക്കുന്ന പൊതുയോഗത്തെയും കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്യും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോം ഡിസംബർ 18 വരെ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം. കരട് പട്ടിക ഈ മാസം 23-നും അന്തിമ പട്ടിക 2026 ഫെബ്രുവരി 21-നും പ്രസിദ്ധീകരിക്കും. അതേസമയം ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ അഭ്യർത്ഥിച്ചു. എന്യൂമറേഷൻ ഫോമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച പരസ്യം അടുത്ത ദിവസം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ.
SIR-മായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോളിംഗ് കഴിഞ്ഞും ഫോമുകൾ പരിശോധിക്കാൻ BLO, BLA യോഗങ്ങൾ നടത്താൻ കഴിയണം. എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്നും രത്തൻ യു കേൽക്കർ അറിയിച്ചു. 2023-2024 വർഷങ്ങളിലെ വിശിഷ്ട കരകൌശല വിദഗ്ധരെ ആദരിക്കുന്നതിനായി കരകൌശല അവാർഡുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം. അവാർഡ് ദാന ചടങ്ങ് ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം സ്വദേശികളായ 3 പേർ പുരസ്കാരത്തിന് അർഹരായി. വൈക്കോൽ ചിത്രരചനാ രംഗത്ത് മികവ് തെളിയിച്ച B. രാധാകൃഷ്ണപിള്ള 2023 ദേശീയ പുരസ്കാരത്തിനും വൈക്കോൽ കരകൌശല വിഭാഗത്തിൽ K. സുലൈമാൻകുട്ടി, ടെറാക്കോട്ട ശില്പരംഗത്തെ മികവിന് VK ജയൻ എന്നിവർ 2024 ദേശീയ പുരസ്കാരത്തിനും അർഹരായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗാന്ധിനഗറിൽ നടന്ന എർത്ത് സമ്മിറ്റ് 2025 കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സഹകർ സാരഥി സംരംഭത്തിന് കീഴിൽ പുതിയ 13ലധികം പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ആരംഭിക്കുകയും ചെയ്തു. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട 4 മന്ത്രാലയങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലൂടെ പരിഹാരം കാണുമെന്നും അടുത്ത വർഷം ഡൽഹിയിൽ നടക്കുന്ന 3ാമത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ച നയപരമായ ചട്ടക്കൂട് രൂപീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. इस देश के अर्थतंत्र में ग्रामीण विकास, कृषि, पशुपालन और सहकारिता इसको देश के विकास के लिए महत्वपूर्ण अंग माना गया और उनके वित्त पोषण से लेकर उसकी पूरी व्यवस्था को संरेखित करने का काम भारत सरकार ने शुरू किया और आज ये जो अर्थ समिट हो रही है वो इसी का है. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നാളെ വൈകിട്ട് പരസ്യപ്രചാരണം അവസാനിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കൊട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം ഇന്നുച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്ത്. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പര ഈ മാസം 9 ആരംഭിക്കും. FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഞായറാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ജർമ്മനിയെ നേരിടും. ചെന്നൈയിൽ ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശനം. ഇൻഡിഗോ വിമാനങ്ങളുടെ പ്രവർത്തന തടസ്സങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്നതിനായി സർക്കാർ 4-അംഗ സമിതി രൂപീകരിച്ചു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തന തടസ്സങ്ങൾക്കുള്ള അടിസ്ഥാന കാരണങ്ങൾ സമിതി പരിശോധിക്കുമെന്ന് DGCA പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലേക്ക് വരുന്നതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. അതേസമയം ചില ഇൻഡിഗോ വിമാനങ്ങൾക്ക് നിയന്ത്രണമുള്ളതായി എയർപോർട്ട് അതോറിറ്റി യാത്രക്കാരെ അറിയിച്ചു. അസൌകര്യം ഒഴിവാക്കാൻ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് എയർലൈനുമായി ബന്ധപ്പെടണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശമുണ്ട്. ഏറ്റവും പുതിയ ഫ്ലൈറ്റ് സ്റ്റാറ്റസിനായി www.newdelhiairport.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് K. ബാബു വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 15 പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഡൽഹി സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിട്ടത് 10ഓളം കരാറുകളിലും 8ഓളം ധാരണാപത്രങ്ങളിലും. നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കും. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന് മഹാപരിനിർവാൺ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. നികുതി സംവിധാനം ലളിതമാക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട പോളിംഗിന് മുന്നോടിയായുള്ള പരസ്യപ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. 7 ജില്ലകളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി ഡിസംബർ 18 വരെ നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം ഇന്നുച്ചയ്ക്ക് വിശാഖപട്ടണത്ത്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.